ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ കളക്ഷൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മളായിട്ട് ഒത്തിരി ആൾക്കാർ പ്ലെയിൻ സാരീസ് ചോദിച്ച് വിളിക്കുമ്പോഴത്തേക്കും കുറെ കളേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയാറുണ്ട് സ്റ്റോക്ക് പുതിയത് വരുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യണം. അപ്പോൾ മാക്സിമം നമ്മൾ ആൾക്കാരെ വിളിച്ച് പറയാറോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറോ ഉണ്ട്. എന്നാലും നമ്മൾ ഒത്തിരി ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്ന കാരണം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നമുക്ക് എല്ലാവരും ഒക്കെ പിങ്ക് ചെയ്ത് തിരിച്ച് റിപ്ലൈ അയക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ പുതിയ കളേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ കാണിക്കുന്നത് പ്ലെയിൻ സിൽക്കി കോട്ട സാരീസും പ്ലെയിൻ കോട്ടൺ ചെക്ക് കോട്ട സാരീസും ആണ്. അപ്പൊ നമുക്ക് ഓരോരോ കളേഴ്സ് ആയിട്ട് കാണാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് കോട്ടൺ ചെക്ക് കോട്ട സാരീസ് കാണാം. കോട്ടൺ ചെക്ക് കോട്ട സാരീസിൽ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് നമ്മുടെ ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ കളറാണ്. ഇത് ഒത്തിരി ആൾക്കാർ നമ്മളായിട്ട് എൻക്വയർ ചെയ്യാറുള്ള കളറാണ്. നമ്മൾ ലൈറ്റിന്റെ വെട്ടം കൊണ്ട് ചെറിയ ഡിഫറൻസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. വീഡിയോയിൽ കാണുമ്പോൾ ഇത് കുറച്ചുകൂടി സ്കൈ ബ്ലൂ ഷെയ്ഡ് പോലെയൊക്കെ തോന്നി. എന്നാൽ ഇതൊരു ഗ്രീനിഷ് ബ്ലൂ കളറാണ്. നോർമൽ നമ്മൾ വരുന്ന സ്കൈ ബ്ലൂ ഷെയ്ഡ് അല്ല, ഒരു ഗ്രീനിഷ് ബ്ലൂ നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ പൗഡർ ബ്ലൂ ഡാർക്ക് ഷെയ്ഡ്. ഇത് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ട് എപ്പോഴും നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു കളറാണിത്. ഇത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേഷൻ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുവാണ്. അതുപോലെ നമ്മുടെ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റിന്റെ വെട്ടത്തിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കറക്റ്റ് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. അതുപോലെ ഇതാണ് നമ്മുടെ ഡാർക്ക് പീച്ച് കളർ, ഒരു ടൊമാറ്റോ പീച്ച് എന്നൊക്കെ പറയുന്ന ഡാർക്ക് പീച്ച് കളർ ഈ ഒരു ഷെയ്ഡാണ്. എല്ലാ കളേഴ്സും ഈ പറഞ്ഞ ഞാൻ പറയുന്നത് എടുത്തെടുത്ത് ഓരോ കളേഴ്സിന്റെ പേര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വെട്ടത്തിലൊരു കാണിക്കുമ്പോൾ ക്യാമറയുടെ വെട്ടത്തിലൊക്കെ കാണിക്കുമ്പോൾ ഇതിന് ചെറിയൊരു ഡിഫറൻസ് വരും എല്ലാ ഷെയ്ഡ്സിനും. എന്നാലും അതുകൊണ്ടാണ് ഞാൻ കളേഴ്സ് എടുത്തെടുത്ത് പറയുന്നത്. അതുപോലെ നമ്മുടെ ബേബി പിങ്ക് കളറ്. ബേബി പിങ്ക് കളറിൽ നമുക്ക് ഒത്തിരി പേര് എൻക്വയറി ചോദിക്കുന്ന ഒരു കളറാണ്. വർക്ക് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ സാരി ആയിട്ടാണെങ്കിലും ബേബി പിങ്ക് കളർ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള വൈറ്റും ഓഫ് വൈറ്റും രണ്ടും നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അതുപോലെ നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് പിസ്ത ഗ്രീൻ. ഇതിനകത്ത് ഈ പറഞ്ഞത് വർക്ക് ചെയ്തൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ ഇപ്രാവശ്യം നമുക്ക് പുതുതായിട്ട് വന്നൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് പിസ്ത ഗ്രീനിന്റെ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ്, അതായത് ഈ പിസ്ത ഗ്രീനേക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്കർ പിസ്ത ഗ്രീൻ, കുറച്ചൊരു ഒലീവ് ഗ്രീനും പിസ്ത ഗ്രീനും ഉള്ള ഒരു ബ്ലെൻഡഡ് ഒരു കളർ പോലെയാണ്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. എല്ലാ കളർ ടോൺകാർക്കും ചേരുന്ന പോലത്തെ ഒരു കളറാണ്. അതുപോലെ നമുക്ക് എപ്പോഴും വരാറുള്ള ഒലീവ് ഗ്രീൻ കളർ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ സാരി വർക്ക് ചെയ്തും ഈ ഒരു കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു കളറാണ് ഈ ഒലീവ് ഗ്രീൻ കളർ. പിന്നെ നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് ചെക്കോട്ട സാരീസ് ഒത്തിരി മൂവിങ് ആണ്. ഈവൻ ഈ ഒരു സമ്മർ സീസണിൽ ബ്ലാക്ക് കളർ അധികം യൂസ് ചെയ്തില്ലേ പോലും ആൾക്കാർ ഒത്തിരി പേര് നമ്മളടുത്ത് ബ്ലാക്ക് സാരീസ് ചോദിച്ചു വിളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒണിയൻ ഷെയ്ഡ്, ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒണിയൻ ഷെയ്ഡാണ്. ഈ പ്രാവശ്യം നമ്മുടെ ഈ ഒണിയൻ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഒണിയൻ ഷെയ്ഡ്സ് 2-3 ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചൂടെ ലൈറ്റർ വേർഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രാവശ്യം നമുക്ക് ഈ ഒരു ഡാർക്ക് ഒണിയൻ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെറൂൺ ഷെയ്ഡ് നമുക്ക് ലാസ്റ്റ് 1-2 വീഡിയോസിലൊന്നും വരാത്തൊരു കളറായിരുന്നു. വീണ്ടും നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു മെറൂൺ ഷെയ്ഡ്. വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് മെറൂൺ ഷെയ്ഡ് എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ എടുത്ത് വെച്ചേക്കണമെന്നും അതുപോലെ ഒന്ന് പറയണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരെങ്കിലും ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ളൊരു അപ്ഡേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ കാണണം. നെക്സ്റ്റ് നമ്മുടെ ലാവൻഡർ കളറും ഒത്തിരി ഡിമാൻഡുള്ള എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നെക്സ്റ്റ് നമ്മുടെ ലെമണല്ലോ ഷെയ്ഡിൽ നമ്മൾ ഷാഡോ വർക്കൊക്കെ ചെയ്ത് സാരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ പോലും ലെമണല്ലോ ചോദിച്ചു ഒത്തിരി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലെമണല്ലോ ഷെയ്ഡ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ ഒരു ക്യാമറ വെട്ടത്തിൽ ഇത് കറക്റ്റ് ആ ലെമണല്ലോ ഷെയ്ഡായിട്ടാണോ കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ ചെയ്ത സാരീസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ലെമണല്ലോ യെല്ലോ ഷെയ്ഡ് നമുക്ക് ഈ ഒരു കളർ മാത്രമേ ചെക്കൗട്ടായിട്ട് വരാറുള്ളൂ. അതാണ് നമ്മുടെ ലെമണല്ലോ ഷെയ്ഡ്. പിന്നെ നമ്മുടെ റെഡ് കളർ നമ്മൾ സാരി ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത്. അന്നേരം ഒത്തിരി പേര് ചോദിച്ചാണ്. അല്ലാതെ റെഡ് കളർ നല്ലതായിട്ട് മൂവിങ് ആണ്. നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റോക്കിൽ റെഡ് വന്നിട്ടില്ലായിരുന്നു, റീസ്റ്റോക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ റെഡ് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ വീണ്ടും റെഡ് കളർ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ കോട്ടൺ ചെക്കോട്ടായിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഷെയ്ഡ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുകയും അതുപോലെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഒക്കെയുള്ള മീൻസ് ചെയ്ത് തരാനൊക്കെ ആണെങ്കിലും ബുക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു കളറാണ് ചോക്ലേറ്റ് ഷെയ്ഡ്. നമുക്ക് ചോക്ലേറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതിന് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്ന കാരണം നമ്മൾ തിരിച്ചയച്ചു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് ഷെയ്ഡ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നത്. കറൻ്റ്ലി നമുക്ക് ചോക്ലേറ്റ് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡ് നമുക്ക് അവൈലബിൾ അല്ല.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് ആണ്. നമുക്ക് സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 4-5 ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് കുറച്ചേറെ ഷെയ്ഡ്സ് സിൽക്കി കോട്ടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം നമുക്ക് സ്റ്റോക്കിലുണ്ടായിരുന്ന ഒരു പീച്ച് കളറാണ്, നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ്. സിൽക്കി കോട്ടയുടെ ട്രാൻസ്പെറൻസി ചോദിച്ചു ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യാറുണ്ട്. സിൽക്കി കോട്ട എത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ കോട്ടൺ ചെക്കോട്ട പോലെ തന്നെയാണ് ഇതിൻ്റെയും ട്രാൻസ്പെറൻസി, കുറച്ചും കൂടെ ലൈറ്റാണ് എന്നാലും. പക്ഷെ നമ്മൾ ഫ്ലേറ്റ് എടുത്ത് ഉടുക്കുമ്പം നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഈ സ്റ്റാർച്ച് ഒന്നും ചെയ്യാതെ കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒത്തിരി പേരും സിൽക്കി കോട്ട പ്രിഫർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഉടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ നമുക്ക് വീണ്ടും അലക്കാതെ തന്നെ റീയൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും സിൽക്കി കോട്ട മെറ്റീരിയൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അതുപോലെ നമുക്ക് വാഷ് ചെയ്യാനാണെങ്കിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഈസിയാണ്. അതുപോലെ ഇച്ചിരി ഒതുങ്ങി കിടക്കുന്നത് കൊണ്ട് എല്ലാ ആൾക്കാർക്കും മാനേജ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ സാരി ഭയങ്കരമായിട്ട് ഉടുക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ഫസ്റ്റ് ടൈംസ് ഒക്കെ സാരിയൊക്കെ യൂസ് ചെയ്ത് ഓഫീസിലൊക്കെ പോകേണ്ട ആൾക്കാർക്കൊക്കെ ആണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല മെറ്റീരിയലാണ് സിൽക്കി കോട്ട. നമുക്ക് എപ്പോഴും ഈ സിൽക്കി കോട്ട മെറ്റീരിയൽ ആണെങ്കിലും ചെക്കോട്ട മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പം 5.5 മീറ്റർ സാരിയായിട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ഇതിനോട് വിത്ത് ബ്ലൗസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലൗസ് ഇപ്പോൾ ചെയ്തൊക്കെ ആണെങ്കിലും ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് 2x2 നമ്മളിപ്പം ബ്ലൗസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിന് ബ്ലൗസ് ആയിട്ടുള്ള മെറ്റീരിയൽ 5.5 മീറ്റർ സാരിയായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ഉള്ളൂ. ഈ ഒരു പീസ് നല്ല മൂവിങ് ആയിട്ടൊരു കളറായിരുന്നു. നമുക്ക് കുറച്ച് പ്രാവശ്യമായിട്ട് ഇത് വരാതിരിക്കുമായിരുന്നു. അതുപോലെ നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, ഇതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡായിരിക്കും, ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഈ ഷെയ്ഡ്സിൻ്റെ ഒക്കെ പ്രത്യേകത എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു വൈറ്റ് കളറിലെ അക്കോബ ബ്ലൗസ് ഒക്കെ കൂടെയൊക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈവൻ ഈ പ്ലെയിൻ സാരീസ് ആയിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ വൈറ്റ് കളർ എംബ്രോയിഡറീസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ബ്ലൗസ് ഒക്കെ ആയിട്ട് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ കളേഴ്സ് ഒക്കെ ഈ കളർ ലൈറ്റ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് ചർച്ച് വെയർ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ഒക്കേഷൻസിലൊക്കെ ആണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് നല്ല ഷെയ്ഡ്സ് ആണ്. ഇത് നമ്മുടെ അക്വാ ഗ്രീൻ കളറാണ്. അക്വാ ഗ്രീൻ കളർ അത്യാവശ്യം നല്ല മൂവിങ് ആണ്. നമുക്ക് ഓർഗൻഡിയിലൊക്കെ കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ചെയ്യാം അക്വാ ഗ്രീൻ. അത് നമുക്ക് സിൽക്കി കോട്ടയിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും, എല്ലാ പ്രായമുള്ളവർക്ക്, അതായത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ലതായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു കളർ ഷെയ്ഡ്. ഒത്തിരി ഡാർക്ക് ഷെയ്ഡും അല്ല, എന്നാൽ തീരെ ഒരു പേസ്റ്റൽ ഷെയ്ഡും അല്ല. അപ്പം നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ബ്രൈറ്റ് ഷെയ്ഡ്സ് വേണ്ട ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് അല്ല, കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് നേരത്തെ ആദ്യത്തെ വന്നിട്ടുള്ള ഒരു സ്റ്റോക്കിൽ നമുക്ക് റോയൽ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ആ റോയൽ ബ്ലൂ കളർ വന്നിട്ട് നമുക്ക് അന്ന് നല്ല എൻക്വയറി ഉള്ള കളറായിരുന്നു. നമുക്ക് പിന്നെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് കളർ. ബേബി പിങ്കും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഈ പറഞ്ഞ പോലെ എംബ്രോയിഡറി നല്ല ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതായത് സ്കൈ ബ്ലൂ കളറും അതുപോലത്തെ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ്. ഒത്തിരി ഡാർക്കർ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഏത് കോംപ്ലക്ഷനിലുള്ള ആൾക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഡെയിലി വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കളറാണ്. ഒരു ബ്രൈറ്റർ ഷെയ്ഡ് അല്ല, എന്നാൽ തീരെ ലൈറ്റ് ഷെയ്ഡും അല്ല. എങ്ങനെ വേണമെങ്കിലും ഏത് ഒക്കേഷന് വേണമെങ്കിലും ഡെയിലി വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നെക്സ്റ്റ് നമ്മുടെ വൈറ്റ് സിൽക്കി കോട്ട. വൈറ്റ് സിൽക്കി കോട്ട ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യുന്നൊരു കളറാണ്. നമുക്കത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ വൈറ്റ് വരുമ്പം ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാർ സൽവാറിനായിട്ടാണെങ്കിലും അതുപോലെ സാരി കിക്കായിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഈ വൈറ്റ് സിൽക്കി കോട്ടയിൽ സൽവാർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരമാണെങ്കിൽ പോലും ഒത്തിരി ആൾക്കാർ ഈ ഒരു സിൽക്കി കോട്ടയിൽ സൽവാർസ് ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓർഡേഴ്സും നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്ക്സ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്രീം ഷെയ്ഡ് സിൽക്കി കോട്ട നമുക്ക് നേരത്തെ വന്നിട്ടുള്ളതല്ലേ ഈ ക്രീം ഷെയ്ഡ് സിൽക്കി കോട്ട. ഈ പറഞ്ഞത് നമുക്ക് വീഡിയോയിൽ കാണുമ്പം ക്രീം ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഒക്കെ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും ലൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. പക്ഷേ എന്നാലും ഒരു കളർ വ്യത്യാസം ഈ പറഞ്ഞത് ഇത് വൈറ്റും ഇത് ക്രീമും, അതുകൊണ്ടോ ഈ വ്യത്യാസത്തിൽ നമുക്ക് ഇതുണ്ടോ നല്ലൊരു ക്രീം ഷെയ്ഡാണ്. ഇനി പ്യുവർ വൈറ്റ് വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ക്രീം ഷെയ്ഡ് പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല മെറൂൺ കളർ എംബ്രോയിഡറി ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിൽ എംബ്രോയിഡറി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവിങ് ആയിട്ടുള്ള നമ്മുടെ ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ ഷെയ്ഡാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഓർഡർ വരാറുള്ള ഒരു കളറാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഈ ലാവൻഡർ കളറിലൊക്കെ വർക്ക് ചെയ്ത സാരീസ് കാണിക്കാം.
നമുക്ക് ഈ പറഞ്ഞ ഹാൻഡ് എംബ്രോയിഡറി കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഇപ്പോൾ ഒക്കെ തന്നിരിക്കുന്ന ഓർഡേഴ്സ് നമുക്ക് 65 days കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം അന്നേരത്തേനെ നമുക്ക് ആ സാരീസ് ഒക്കെ കാണിക്കാൻ ഡിസ്പ്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒത്തിരി ഈ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻ നമുക്ക് എല്ലാ ദിവസവും ഒന്നും വരാതെ കുറേ ഗ്യാപ്പ് ഇട്ട് വരുന്നത് ചെയ്യാനുള്ള ഒരു ടൈം കൊണ്ടാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ പറഞ്ഞ സിൽക്കി കോഡിൽ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് സ്കൈ ബ്ലൂ. ഇതിൽ പിങ്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയും സിൽക്കി കോട്ടൺ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സാരീസ് ഒക്കെ നിങ്ങൾക്ക് പ്ലെയിൻ സാരി ആയിട്ടാണെങ്കിലും അല്ല ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ട് വേണമെന്നാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 65 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ ഡിസ്പാച്ച് ടൈം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുവാണെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിൽ അത് വേണ്ടെന്നുള്ളതനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണിച്ച സാരീസൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കളേഴ്സിൻ്റെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ ഈ പറഞ്ഞ പോലെ കളേഴ്സ് ഏതെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ കളേഴ്സിൻ്റെയും പേര് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്ത് പേര് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ എൻക്വയറി ചെയ്യാറുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ത്രൂ ആണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ, അല്ല നോർമൽ പോസ്റ്റ് ആയിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്തു തരും. അപ്പം അതിൻ്റെ ആ ഒരു പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ ആണ്. അല്ലാതെ ഈ സിൽക്കി കോട്ടയ്ക്കും കോട്ടൺ ചെക്കോട്ടയ്ക്കും സാരിക്കും 5.5 മീറ്റർ സാരിക്ക് 575 ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു കളേഴ്സിനുള്ള ഒരു അപ്ഡേഷൻ ആയിട്ട് കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.